ഹലോ പീപ്പിൾ വാട്സ്ആപ്പ് നിങ്ങളുടെ സ്വന്തം വിന പോലെ ദ മല്ലു ബ്ലോഗർ ഇന്നൊരു പുതിയ വീഡിയോ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. ഇന്ന് നമ്മൾ തിരുവനന്തപുരം യാത്രയിലത്തെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ആറ്റുകാല്, ചെങ്കൽ മഹാദേവ ക്ഷേത്രം, ആഴിമല, പിന്നെ കോളം ബീച്ച്, പിന്നെ കൊച്ചുവേളി ബീച്ച്. ഇവിടെ ആൾക്കാർ അതിനെ ലോക്കലായിട്ട് വേളി എന്നാണ് പറയുക, വേളി ബീച്ച് എന്ന് പറയാം. അങ്ങനെ ഈ 4 സ്ഥലങ്ങളാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 6:45 7 മണിക്ക് ബസ് വരും, വണ്ടി വരും. നമ്മളങ്ങനെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ കയറി പിന്നെ അവിടുന്ന് ആ സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ രണ്ടാം ദിവസത്തെ. ട്രാവലിങ്ങിൻ്റെ അത്ര അങ്ങോട്ട് ഒരു രസത്തിലായിരിക്കില്ല, കാരണം ഞാൻ ഇന്നോവയിലത്തെ ഏറ്റവും പിന്നിലത്തെ സീറ്റായിരിക്കണം. അപ്പോൾ അത്ര ഒരു കാണാൻ പറ്റുന്ന ഒരു സുഖം ഉണ്ടാവില്ല. എന്നാലും നോക്കാം, റോഡ് കാണിക്കാൻ നോക്കാം. കിട്ടിയില്ലെങ്കിൽ ഉള്ളതെന്ന് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം.
അങ്ങനെ നമ്മൾ ആറ്റുകാല് കഴിഞ്ഞു. ഇനി ചെറുകിട അമ്പലത്തിലേക്ക് പോയിട്ട് ചെങ്കൽ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. इधर गाड़ी आएगा आएगा तो मेरा हाथ मेरा उंगली मैं चल नहीं सकता, चप्पल के बिना चल नहीं सकता मैं। ये बहुत चेंज हो गया इधर। करणीयम अम्मे स्मरणीयम तव पदयुगलम अनंतपुरियल वाळुम आറ്റുകാലം मे आत्माविന്റെ അഭിഷേകമാനന്ദപ്പൊരുളേ ആപദിക്കും കരണീയം അമ്മേ ആപദിക്കും നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ചെങ്കൽ മഹേശ്വരം എന്ന ക്ഷേത്രത്തിലാണുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 111.2 അടി ഉയരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ച ഇവിടുത്തെ മഹാശിവലിംഗം തന്നെയാണ്. തിരുവനന്തപുരത്തു നിന്നും 1.25 മണിക്കൂർ യാത്രയുണ്ട് ഇവിടേക്ക്, ഏകദേശം 29 കിലോമീറ്റർ ദൂരം. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ചെങ്കൽ എന്ന സ്ഥലത്താണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായി പറയപ്പെടുന്ന ശിവപാർവതി ക്ഷേത്രവും ഇവിടെയുണ്ട്. കൃഷ്ണശില കൊണ്ടും തടികൾ കൊണ്ടും പരമ്പരാഗത കേരള വാസ്തുവിദ്യ അനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രവും ഒരുപാട് പ്രത്യേകതകളും ഐതിഹ്യങ്ങളും ഉള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അധിപതിയായ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയും സംഘവും രാജ്യത്തെ പ്രധാന രക്ഷയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. കാശ് കൊടുക്കല്ല ഇവിടെ. വടാപ്പാവ് ഞാൻ പണ്ടേ കഴിക്കാറുണ്ടാവില്ല. എനിക്ക് അതിന് തന്നെയല്ലേ സമൂസപ്പോ ഓക്കെ, പക്ഷെ ഇവിടെ ഒരാൾക്ക് അറിയാവുന്ന പിന്നെ അത് പല വ്യഞ്ജനം അതിൻ്റെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ശിവക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ നിർമ്മാണത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കിയത്. ഈ ശിവലിംഗം നിർമ്മിക്കുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമെന്ന റെക്കോർഡ് കർണാടകയിലെ കോലാറിലുള്ള കോടിലിംഗേശ്വര ക്ഷേത്രത്തിലെ 108 അടി ഉയരമുള്ള ശിവലിംഗത്തിനായിരുന്നു. 111.2 അടി ഉയരമുള്ള ഇവിടുത്തെ ശിവലിംഗത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി ആ ഒരു റെക്കോർഡ് ഇവിടുത്തെ ശിവലിംഗത്തിന് തന്നെ സ്വന്തമായി. എന്നാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമെന്ന റെക്കോർഡ് ആസാമിലെ നാഗോണിൽ സ്ഥിതി ചെയ്യുന്ന മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിലെ 126 അടി ഉയരമുള്ള ശിവലിംഗത്തിനാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വടക്കു ഭാഗത്തായിട്ടാണ് ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ശിവലിംഗത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. 4 കവാടങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. ഓരോ കവാടത്തിൻ്റെയും മുകളിൽ ഓരോ ഗോപുരങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാന ഗോപുരവാതിൽ കിഴക്കുവശത്താണ്. മനോഹരമായ കൊത്തുപണികളോടുകൂടിയ ഇരുനില ഗോപുരമാണ്. പുറത്തു തന്നെ വലിയൊരു നന്ദി പ്രതിമയും ഗോപുരവാതിലിൽ കാവൽ നിൽക്കുന്നത് പോലെ വലിയ 2 ഗജവീരന്മാരുടെ രൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. വലിയ ഗോപുരവാതിൽ കടന്നുള്ളിലേക്ക് ചെന്നാൽ വിശാലമായ വലിയൊരു ആനപ്പന്തലും കാണാം. ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠയായുള്ള ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ഗണപതിയും സുബ്രഹ്മണ്യനും നാഗപ്രതിഷ്ഠകളും നവഗ്രഹ പ്രതിഷ്ഠകളുമൊക്കെയുണ്ട്. മഹാദേവനോടൊപ്പം പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഒരുമിച്ചുള്ളതിനാൽ ശിവകുടുംബമായും ഈ ക്ഷേത്രത്തെ കണക്കാക്കാം. മനോഹരമായ വാസ്തുവിദ്യകൾ കൊണ്ട് സമ്പന്നമായ ഈ ക്ഷേത്രം അടുത്ത കാലത്താണ് ഈ ഒരു രീതിയിൽ പുനരുദ്ധരിക്കപ്പെട്ടത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഈ ക്ഷേത്ര നിർമ്മിതിയിൽ കാണാൻ സാധിക്കും. കൊടിമരത്തിന് വലം വെച്ച് വലിയ ബലിക്കൽപ്പുര കടന്ന് അകത്തേക്ക് ചെന്നാൽ വിശാലമായ ചുറ്റമ്പലവും 70 തൂണുകളോടുകൂടിയ നമസ്കാര മണ്ഡപവും വളരെ വിശേഷമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ തൂണുകളിലെല്ലാം അങ്ങനെ നമ്മൾ
ചെങ്കൽ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോവാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണണമെന്ന് എനിക്കറിയില്ല. ഇതാണ് ശിവലിംഗം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 7 നാഡീചക്രങ്ങൾ, ഏറ്റവും ചോട്ടിൽ അണ്ടർഗ്രൗണ്ടിലാണ് പൃഥ്വിചക്രം. പൃഥ്വിചക്രത്തിന് മുകളിലേക്ക് 7 ചക്രങ്ങളുണ്ട്. അതിൽ 7ാമത്തേതിൽ നമ്മൾ കൈലാസം കാണും, അതായത് പരമാത്മാവിനെ ദർശിക്കണ മാതിരി. അപ്പുറത്താണ് പിന്നെ വൈകുണ്ഠ ലോകം. അപ്പോൾ അങ്ങനെ 3 ലോകങ്ങളാണ് കാണിക്കുന്നത്: കൈലാസം, വൈകുണ്ഠം, പിന്നെ ദൈവലോകം. ഇനി നമ്മളിവിടുന്ന് അടുത്ത യാത്രയിലേക്ക് തിരികെയാണ്. മതിൽ ചാടൊക്കെ അറിയാം. പുരാണ കഥാസന്ദർഭങ്ങൾ കൊത്തിവെച്ചിട്ടുമുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോവായിരുന്നേ. ഇതുകൂടാതെ ശിലയിലും തടിയിലുമൊക്കെ കൊത്തിയെടുത്ത മറ്റു പല രൂപങ്ങളും ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലായി കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് ഇടയ്ക്ക് നടത്തിയ ഒരു ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്നു. പണ്ട് കാലത്ത് ഇവിടെ ഒരു യോഗീശ്വരൻ്റെ സമാധി ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അന്നത്തെ പൂർവികർ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ശിവനെയും പാർവതിയെയും ഗണപതിയെയും हाँ क्यों नहीं, मेरा फोटो निकालने का मेरे को। इधर काम चल रहा है। कौन सा काम चल रहा है? तो नहीं जा सकते क्या? क्यों? फिर कैसे जाने का? സുബ്രഹ്മണ്യനെയുമൊക്കെ പ്രതിഷ്ഠിച്ച് പൂജാതി കാര്യങ്ങൾ നടത്തി വന്നിരുന്നുവെന്നും കാലാന്തരത്തിൽ ആ ക്ഷേത്രം പ്രകൃതിക്ഷോഭങ്ങൾ മൂലം മണ്ണിനടിയിൽ പെട്ടുപോവുകയും ചെയ്തതായി പ്രശ്നചിന്തയിൽ തെളിഞ്ഞു. ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ അധിപതി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമികളാണ് ഈ ക്ഷേത്രവും ഈ വലിയ ശിവലിംഗവുമൊക്കെ ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശിക്കാം എന്നൊരു പ്രത്യേകതയുമുണ്ട്. സോമനാഥൻ, മല്ലികാർജുനൻ, കേദാരേശ്വരൻ, വൈദ്യനാഥൻ എന്നിങ്ങനെ 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിന് ചുറ്റുമായി ചുറ്റമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ മഹാഗണപതി, ബാലഗണപതി, തരുണഗണപതി, വീരഗണപതി, ഉച്ഛിഷ്ടഗണപതി എന്നിങ്ങനെ 32 ഭാവങ്ങളെയും പ്രത്യേകം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ പേരുകളൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ആ രൂപമെന്നോ ഭാവമെന്നോ അധികമാർക്കും അറിയുകയുമില്ല. തീർച്ചയായും ഇത്തരമൊരു നിർമ്മിതി അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ഏതാണ്ട് 11 തവണയോളം 10,008 കൊട്ടത്തേങ്ങ കൊണ്ട് ഈ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടത്തിയിട്ടുണ്ട്. അതുപോലെ അതിരുദ്രം, മഹാശിവപുരാണ യജ്ഞം, അതുപോലെയുള്ള മഹായജ്ഞങ്ങളും ഓരോ കാലങ്ങളിലായി നടത്തിപ്പോരുന്നു. ഇതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് മഹാശിവലിംഗത്തിൻ്റെ വിശേഷങ്ങൾ കൂടി ഒന്ന് നോക്കാം. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തായിട്ടാണ് ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഉള്ളിലേക്ക് കയറുവാൻ 100 രൂപയുടെ ഒരു ടിക്കറ്റ് കൂടി എടുക്കണം. പുറമേ നിന്നും വെറുതെ നോക്കിക്കാണുക എന്നൊരു ഉദ്ദേശത്തിലല്ല ഈ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ കൂടി കയറിപ്പോവാൻ സാധിക്കുന്ന പ്രത്യേകതരം നിർമ്മാണമാണിതിൻ്റേത്. തൻ്റെ ഉള്ളിലെ ദേവനെ താൻ തന്നെ പൂജിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ധ്യാനത്തിനും ആരാധനയ്ക്കുമായിട്ടാണ് 8 തട്ടുകളിലായി ഈ ശിവലിംഗത്തെ സജ്ജീകരിച്ചിരിക്കുന്നത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിലെ 6 ചക്രങ്ങളെ ആധാരമാക്കി 6 ധ്യാനമുറിയും ഈ മഹാശിവലിംഗത്തിനുള്ളിലുണ്ട്. ക്യാമറയും ഫോണുമൊന്നും ഇതിനുള്ളിൽ അനുവദനീയമല്ല. ഉള്ളിലേക്ക് കയറും മുൻപ് അവയെല്ലാം മാറ്റിവെക്കണം. അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ താഴെ കൗണ്ടറിൽ കൊടുത്ത് രസീത് വാങ്ങിയാൽ തിരിച്ചു വരുമ്പോൾ നമുക്കത് തിരികെ വാങ്ങാവുന്നതുമാണ്. പെട്ടെന്ന് മനസ്സിലാവാനായി ഒന്ന് ചുരുക്കി പറയാം. യോഗശാസ്ത്രപ്രകാരം സാധാരണ വ്യക്തികളിൽ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിവശമായ മൂലാധാരത്തിൽ ചുരുണ്ട രൂപത്തിൽ സുഷുപ്തി അവസ്ഥയിലിരിക്കുന്ന ഒരു സർപ്പിണിയുടെ രൂപത്തിലാണ് കുണ്ഡലിനി ശക്തിയെ സങ്കല്പിക്കുന്നത്. യോഗികളുടെ സാധന ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ കുണ്ഡലിനി ശക്തി ചുരുൾ നിവർത്തി ഇട, പിങ്കള എന്നീ നാഡികളുടെ നടുവിലുള്ള സുഷുപ്ന നാഡി വഴി പ്രവേശിച്ച് മൂലാധാരത്തിൽ ആരംഭിച്ച് സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ 6 ആധാരങ്ങളിലൂടെ യാത്ര ചെയ്ത് സഹസ്രാരത്തിലെ ശിവനുമായി ഐക്യപ്പെടുക എന്നുള്ളതാണ് കുണ്ഡലിനി യോഗത്തിൻ്റെ ഉദ്ദേശം. അതായത് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്നുള്ള ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ? ശരിക്കും ഈ 6 ആധാരങ്ങളും ഭേദിച്ച് സഹസ്രാരത്തിലെത്തി അവിടെയുള്ള ശിവനുമായി ഐക്യപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു ചൊല്ലിൻ്റെയും ഉദ്ദേശം. ഈ ഒരു തീമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ശിവലിംഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഗുഹയ്ക്കുള്ളിലൂടെയാണ് മുകളിലേക്കുള്ള യാത്ര. ഓരോ ഭാഗത്തും 108 ശിവാലയ ദർശനം എന്ന സങ്കല്പത്തിൽ 108 വ്യത്യസ്ത ശിവലിംഗങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്.
കൂടാതെ മഹാദേവൻ്റെ 64 മൂർത്തിഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി 64 മൂർത്തിഭാവങ്ങളെയും സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളെയും പറ്റി വിശദീകരിക്കാൻ ഓരോ ഗ്രൂപ്പ് ആളുകളുടെയും കൂടെ ഇവിടുത്തെ ഒരു ഗൈഡും ഉണ്ടാവും. ഓരോ ചക്രങ്ങളും എന്താണെന്നും അതിൻ്റെ പ്രവർത്തനവുമൊക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കുന്നതിനും ഇതുവഴി സാധിക്കും. ഓരോ മുറിയും അതിമനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിലെ അമ്മൂമ്മയുടെ പേര് ഗീത. മുത്തച്ഛന്റെ പേരെന്താ? ശശി. ചച്ചി. അമ്മയുടെ മുത്തശ്ശിയുടെ പേരെന്താ? അറിയില്ല. അമ്മയുടെ മുത്തശ്ശിയുടെ പേരെന്താ? അമ്മ. മുത്തശ്ശിയുടെ പേരെന്താ? അമ്മ. രമ. രമ. മുത്തശ്ശന്റെ പേരോ? മുത്തശ്ശന്റെ പേരെന്താ? ഈ മുത്തശ്ശന്റെ വിജയൻ. വിജയൻ. പേരെന്താ? ഫാദേഴ്സ് നെയിം? കൈലാസം എന്ന സങ്കല്പത്തിലുള്ള ഭാഗം ശരിക്കും ആ ഒരു കൈലാസത്തിലെത്തിയ ആ ഒരു ഫീൽ തന്നെയാണ് മുകളിലെത്തിയാൽ നമുക്ക് തോന്നുക. ലക്ഷ്മിയുടെ പേരെന്താ? അത്ര മനോഹരമായിട്ടാണ് ആ മുറി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ശിവലിംഗത്തിൻ്റെ ഓരോ ഇഞ്ച് ഭാഗത്തും അതുല്യ കലാകാരന്മാരുടെ അക്ഷീണ പ്രയത്നത്തിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരും തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. വെറുമൊരു കാഴ്ച എന്നതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെയും ഈ മഹാശിവലിംഗത്തിൻ്റെയും വിശേഷങ്ങൾ. തീർച്ചയായും ഇത് കാണാത്തവർ ഒരിക്കൽ ഇവിടെ ഒന്ന് വന്നു പോവുക. അതൊരു നല്ല അനുഭവമായിരിക്കും. ശംഭോ ശങ്കര ആഴിമലവാസ ശങ്കര ദേവാനി കാത്തുകൊള്ളേണമേ. ആഴിമല വാഴും ശ്രീ മഹാദേവ ആഗ്നേയ നയന ദേവ പാഴ്മുളം തണ്ടിൽ ഞാൻ മൂളുമി പാട്ടിന് തുണ നിന്നൊടുക്കു മാത്രം. ആഴിമല വാഴും ശ്രീ മഹാദേവ ആഗ്നേയ നയന ദേവ പാഴ്മുളം തണ്ടിൽ ഞാൻ മൂളുമി പാട്ടിന് തുണ നിന്നൊടുക്കു മാത്രം. കാറ്റി This is the Shiva temple. എന്താ ഏഴുമലയോ? എന്റെ കൈകളിൽ ഊഞ്ഞാലയാടും കടലകൾ മാമലയേ പുൽകിയുണർത്തുമീ മംഗള. साइड हो दूंगा, साइड हो दूंगा, साइड हो दूंगा. अरे और कितना साइड जाएगा? कुछ भी अम्मे कोंडे लक्ष्मी वैयाटा हम मारूंगा अम्मा को पकड़ के. ഭൂമിയിൽ കൈകൂപ്പി നിൽക്കുന്നിതാ ആഴിമല വാഴും ശ്രീ മഹാദേവ. अयो भैया भैया लक्ष्मी अച്ഛന് വയ്യണ്ടേ? बीचो पानी है. ആഗ്നേയ നയന ദേവ പാഴ്മുളം തണ്ടിൽ ഞാൻ പാടുമി പാട്ടിന് തുണ നിന്നൊടുക്കു മാത്രം. अयो लक्ष्मी भैया, लक्ष्मी भैया, लक्ष्मी भैया, लक्ष्मी भैया, लक्ष्मी भैया, वड़ी 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 वड़ी
प्राइवेट है ये, पब्लिक नहीं है। येलो बोर्ड नहीं है उसका, वाइट बोर्ड है देख। मेरा हाथ छोड़ दे, चलेगा? अरे चलेगा। बढ़िए 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 बढ़िए। साइड में बैठने वाला दूसरी खड़ा रहेगा बीच में। क्यों? शंभो शंकर आഴിമല വാസ ഗംഗാധരേശ്വര തിരുജടയിൽ വാഴുന്ന ഗംഗയ്ക്കണിയുവാനായി ചെപ്പു തുറന്നു വണങ്ങി നിൽക്കുന്നിത ചെന്താമര പോൽ ചുവന്ന സന്ധ്യ ശിലകളിൽ കല്ലോലമാലകൾ തീർക്കുന്ന താളതരംഗങ്ങളാ തൃക്കണ്ണാ നിൻ മുന്നിൽ കൈകൂപ്പി നിൽക്കുമീ ഭക്തനെ കാത്തുകൊള്ളേണമെന്നും ആഴിമല വാഴും ശ്രീ മഹാദേവ ആഗ്നേയ നയനദേവ പാഴ്മുളം തണ്ടിൽ ഞാൻ പാടുമി പാട്ടിന് തുണ നിന്നൊടുക്കു മാത്രം ശംഭോ ശങ്കര ആഴിമല വാസ ശങ്കര ദേവാനി കാത്തുകൊള്ളേണമേ കബർദധാരി നീ കുടിച്ചന്നുദഗ്രമം കാണകൂടം ലോകരക്ഷയോത്ത് കരതലം കൊണ്ടുടൻ പാർവതി നിർഗളം ബന്ധിച്ചു നിൻ ജീവരക്ഷയോത്ത് കാണകൂടം പുറത്തെത്താതെ വിഷ്ണുതൻ കൈകളാൽ ബന്ധിച്ചു നിൻവദനം കീഴ്മേൽ ചലിക്കാതുറച്ചു വിഷം നീലകണ്ഠനായി മാറി നീ രുദ്രേശ്വര ആഴിമല വാഴും ശ്രീ മഹാദേവ ആഗ്നേയ നയനദേവ പാഴ്മുളം തണ്ടിൽ ഞാൻ മൂളുമി പാട്ടിന് തുണ നിന്നൊടുക്കു മാത്രം കാറ്റിന്റെ കൈകളിൽ ഊഞ്ഞാലയാടും കടലലകൾ മാമലയേ പുൽകിയുണർത്തുമീ മംഗലഭൂമിയിൽ കൈകൂപ്പി നിൽക്കുന്നിതാ ആഴിമല വാഴും ശ്രീ മഹാദേവ ആഗ്നേയ നയനദേവ പാഴ്മുളം തണ്ടിൽ ഞാൻ മൂളുമി പാട്ടിന് തുണ നിന്നൊടുക്കു മാത്രം ശംഭോ ശങ്കര ആഴിമല വാസ ശങ്കര ദേവാനി കാത്തുകൊള്ളേണമേ ശംഭോ ശങ്കര ആഴിമല വാസ ശങ്കര ദേവാനി കാത്തുകൊള്ളേണമേ
और नहीं है क्या? पैर चल रहा है। पैर चल रहा है? क्यों पैर चल रहा है? हाय तो मत पैर में मत बैठे छे, हाथ से चल। तो जाओ। नल्ला सुखम। अंदर का बच्चा क्या बोल रहा है? कुछ नहीं बोल रहा क्या? चुरा के दिल मेरा गोरिया चली, चुरा के दिल मेरा। അമർത്തി പിടിക്കുന്ന കാല് അല്ലെങ്കിൽ അടിയുടെ ചെരുപ്പ് പോയ പോലെ പോകും. നമ്മൾ പേടിക്കില്ല. വരുമോ? നോക്കട്ടെ. गोरिया चली पूरा के निंदिया, कहाँ तू चली? पागल हुआ दीवाना हुआ, पागल हुआ दीवाना हुआ। രണ്ട് യങ് കപ്പിൾസ് ബീച്ചിൽ പോയി വയ്യാണ്ട് അവശതയിരിക്കുന്നു. അവശതയല്ലേ, ദോഷമായിട്ടിരിക്കണോ? चुरा के दिल तेरा चली मैं चली, मुझे क्या पता कहाँ मैं चली। मंजिल मेरी बस तू ही तू, मंजिल मेरी बस तू ही तू, तेरी गली में चली। क्या? 4 प्लेस। चुरा के दिल मेरा गोरिया चली, चुरा के दिल तेरा चली मैं चली।
സീലിംഗ് ഉണ്ടായിരുന്നു. പൊളിഞ്ഞിട്ടായിരിക്കുന്നത്. പൊളിഞ്ഞിട്ടിരിക്കേ അവിടെ കടലിന്റെ ഇടയിലായിരുന്നു ആ സാധനം നടക്കുന്നത്. കണ്ടിങ്ങനെ പൊളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ ഇരിക്കുക, തണ്ട് പൊളിഞ്ഞിട്ട്. നല്ലടാ കൊട പോലത്തെ അതന്നെയാണ് പറഞ്ഞത്. എന്തായാലും ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ഇതിൽ കയറാൻ പോടില്ല. കയറാൻ പറ്റില്ല. ആവതുള്ള കാലത്ത് പോയിട്ടില്ല. അന്ന് കാശുണ്ടായിരുന്നില്ല മോനെ. ഗോവയില് പോയപ്പോ ഗോവയില് എവിടെ പോയി? അവിടെ നമ്മള് പോയില്ലേ? അവിടെ പോയി ബീച്ചില് പാരഗ്ലൈഡിങ്ങിലാ. നീ എന്തിലൊക്കെ കേറി? ഞാൻ പാരഗ്ലൈഡിങ്ങിലാ കയറി. ആ ഞങ്ങളൊക്കെ ഒന്നും പോയില്ല, ഞങ്ങക്ക് നല്ല പ്രായമായിരുന്നു. അതെ അതന്നെ പറഞ്ഞത്, ആവതുള്ള കാലത്ത് എന്നിട്ട് ബാബുവേട്ടൻ ഛർദിച്ച് അതായത് ആൾക്ക് വാട്ടർ സിക്നസ് ഉണ്ട്. अभी तो लगे हैं चाहतों के मेले, अभी दिल मेरा धड़कनों से खेले, किसी मोड़ पर मैं तुमको पुकारूं, बहाना कोई बना तो न लोगे। अगर मैं बता दूं मेरे दिल में क्या है, तो मुझसे निगाहें चुरा तो न लोगे। अगर बढ़ गई है बेताबियां, कहीं मुझसे दामन छुड़ा। അമ്മയുടെ പേഴ്സില് കാശ് പോക്കണം കേട്ടോ. കാശ് ആ അത് ശരിയാവില്ല. അപ്പൊ നമ്മള് പറയും ഇവിടെ ഇറങ്ങിക്കോളൂ, കാശ് തരാത്തവര് ഇവിടെ ഇറങ്ങിക്കോളൂ. അല്ലേ മുരുകത്തെ വിശു പറയില്ലേ, മുരുകം 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 ഇറങ്ങൂ ഇറങ്ങൂ ഇറങ്ങൂ, മുരുകം എത്തി ഇറങ്ങൂ ഇറങ്ങൂ. അതുപോലെ അമ്മണി ഇവിടെ ഇറങ്ങിക്കോളൂ, കാശ് തന്നില്ല പറഞ്ഞു. तो न लोगे। कहता है दिल धड़कते हुए, तुम सनम हमारे, हम तुम्हारे हुए, मंजिल मेरी बस तू ही तू, मंजिल मेरी बस तू ही तू, तेरी गली में चली। ओ चुरा के दिल मेरा गोरियां चली। चुरा के दिल तेरा चली मैं चली। അയ്യോ അയ്യോ ലക്ഷ്മി. അച്ഛനല്ലേ ഇപ്പൊ നമ്മള് നിങ്ങളൊക്കെ കണ്ട മാതിരി ആറ്റുകാൽ ക്ഷേത്രം, പിന്നെ ചെങ്കൽ മഹാദേവ ക്ഷേത്രം, പിന്നെ ആഴിമലയും ഇപ്പോൾ കോളം ബീച്ചുമാണ് പോയത്. നമ്മൾ വന്നു റെസ്റ്റ് ചെയ്യാണ് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോണത് വേളിയാണ്, അതായത് കൊച്ചുവേളി സ്ഥലത്ത് അവിടെ ബീച്ച്, അവിടെയാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 5 മണിക്ക് ഇറങ്ങും. ഇപ്പോൾ മണി 4 ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നമ്മളങ്ങനെ വേളിക്ക് പോകും. नहीं बेवफा तुम, ये मुझको खबर है, बदलती रुतों से मगर मुझको डर है, नहीं
दिल मेरा गोरिया चली ആറ്റുകാലില് നമ്മള് പോയ നേരത്തെ അവിടെ മുഴുവൻ മണ്ണലുണ്ടാകുന്നില്ലേ? അതൊക്കെ ഇപ്പൊ ഇതാക്കിണ്ടാവും. പുതിയത് അവിടെ കെട്ടറാണ്ടില്ലേ? അപ്പുറത്ത് ആ വെടി വഴിപാടിന് പോയടത്തൊക്കെ അവിടെ പണിയുണ്ട്. कितना बकवास लगा मेरे को। पहले कितना अच्छा था, वो पूरा उधर मनाल था। क्या वो ऑपोजिट साइड में भी हो सकता है, पता नहीं कौन सा साइड से अपना। പക്രൂസ് അല്ല, അതല്ല വേറൊരാളെ. ഉണ്ട പക്രു അല്ലായിരുന്നു, വേറെ അയാളല്ലായിരുന്നു. അത് മറ്റേ ഇതില് വേറെ ഏതൊരു സീരിയലില് ചെയ്യുന്ന ഒരാളായിരുന്നു. അയാള് മരിച്ചു. ഇത് ഗിന്നസ് പക്രു അല്ല, ഇത് മറ്റേ അല്ല. അത് ഇവനോട് ചോദിച്ചാൽ അല്ല, ചിറ്റോട് ചോദിച്ചാൽ അറിയാം. ഗിന്നസ് പക്രു അല്ല. ഈ കാര്യങ്ങളൊക്കെ ചിറ്റയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. രാഹുൽ ഉണ്ടാകുന്നില്ല, രാഹുലല്ല രേവതി. కాలేజ్ పాపల బస్సు ఏ సీటు చూసిన ఫ్రెష్, కాలేజ్ పాపల బస్సు ఏ సీటు చూసిన ఫ్రెష్, బ్రేక్ వేస్తే పెద్ద ఇష్యూ మన్ మధుడి డిషుమ్ డిష్యూ. చింతాక్ తక్ చితాక్ చితాక్ చింతాక్ తక్తా, చింతాక్ తక్ చితాక్ చితాక్ చింతాక్ తక్తా. పిడత కింద పప్పు రుచి చూడకుంటే తప్పు, పిడత కింద పప్పు రుచి చూడకుంటే తప్పు. ఒళ్ళెలా ఉంది చెప్పు, తెగుతాది ఇంక చెప్పు. అమ్మమ్మా അപ്പൊ അമ്മീനെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ. എന്ന് മനസ്സിലായി. പേരമ്മയ്ക്കാവും അങ്ങനെ. ഇപ്പോൾ നമ്മൾ ശംഖുമുഖം ബീച്ചിലാണ്. കൊച്ചുവേളി ബീച്ചിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ 6 മണി വരെ ഉള്ളൂ ബീച്ച്. അപ്പോൾ നേരെ ശംഖുമുഖത്തേക്ക് വന്നു. ഇനി ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. നല്ല രസമുള്ള ഒരു ബീച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കോസ്റ്റ് ഗാർഡൊക്കെ വന്നിട്ട് പറഞ്ഞു ഇനി കയറി പോരാൻ പറഞ്ഞു. ഇതാണ് ഒരു പ്രശ്നം. ഇനി നമുക്ക് ഇനി കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇനി ചായയോ കോപ്പിയോ എന്തോ കുടിച്ചിട്ട് ഇനി തിരിച്ച് പോവാണ്. കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും. టెన్నిస్ అమ్మడు కోర్టంతా దున్నుడు, వంగి షాట్ కొట్టింది గ్రౌండ్ అదరగొట్టింది. అబ్బో 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 అబ్బో
దుమ్ము రేపి రెచ్చిపోయే టెన్నిస్ బంతుల పాప ఓ టెన్నిస్ బంతుల పాప నీ బంతుల కంతటి ఊప ఓ టెన్నిస్ బంతుల పాప कैसा लगा उषा जी शंखमुखम बीच? నీ బంతుల కంతటి ఊప అది అతిలి తోటల కాప నీ గుత్తుల సోకుల దీప చింతా 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 నువ్వెత్తి చూపే ప్రైజు కొరకారుకి గ్లూకోజు నువ్వెత్తి చూపే ప్రైజు కొరకారుకి గ్లూకోజు నువ్వెంపే आज सैटरडे है, सब लोग आते हैं। ये क्या है, होटल है क्या? आज सैटरडे कल आज 10-11-12 तक घूमेंगे, कल से आराम से उठेंगे, थके नहीं। यस తన్ను లేడేన అంబరుపేట కేడే చింతా 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 वाओ लाइट, वाओ लाइट, वाह झुमका, आगे चलो, वाओ लाइट, वाह झुमका। പക്ഷെ നമ്മള് ഇതുപോലത്തെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോ ഒരു എന്ത് ഇതല്ല സാധനമൊക്കെ പണ്ട് ഞങ്ങള് മേടിക്കാറുണ്ട്. कल्ले कल्ले കല്ല് 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 അമ്മേ കല്ല്. എവിടെ കാറ് എവിടെ കാർ? അയ്യോ ഇവിടെ നോക്ക് പോലെ वाओ लाइट, क्या कर रही है? आपको लेकर जा रहा हूं। FTV డ్రెస్సుల్లో యమహా లుక్స్ Sweet one, her body with her caramel skin. I'ma smile, cause you look good at me and give me a grin. I'm an offer that a drinker, she's a juice and gin. I'm whispering in her ear, I said, how are you doing? ఎఫ్టీవీ డ్రెస్సు వహ వేసుకుంటే మిస్సు ఎఫ్టీవీ డ్రెస్సు వహ వేసుకుంటే మిస్సు ముసలాడు వేసి జీన్స్ అడిగాడు ఒక్క ఛాన్స్ చింతా 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 నైట్ డ్యూటీ నర్సు కనిపెట్టినది పల్సు నైట్ డ్యూటీ నర్సు కనిపెట్టినది పల్సు అంటోడదీయ మంది తోడదీయ మంది పొడిచింది పెద్ద సూది చింతా 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 పెళ్లి కుమారా వినరా శ్రీమతి దేవతరా, పెళ్లి కుమారా వినరా శ్రీమతి దేవతరా, తరగని ప్రేమై ప్రేమే తానై తానే జీవితమై దీపములో రూపములా స్నేహముగా సాగవయా, తీరాగా చూసావో వేషాలే వేసావో, జింతాత చిత్త చిత్త జింతాత జింతాత చిత్త చిత్త జింతాత జింతాత చిత్త చిత్త జింతాత జింతాత చిత్త చిత్త జింతాత చింతా చిదా చిదా చింతా చింతా చిదా చిదా చింతా చింతా చిదా చిదా చింతా చింతా చిదా చిదా చింతా
nam yo ringekyo, 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 nam yo ringekyo. Meditating, levitating, greetings from the Golden State, Mr. X. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ശംഖുമുഖം ബീച്ചിലാണ് പോയത്. ഇപ്പോൾ അതിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇഷ്ടമെങ്കിൽ എന്നത്തെ എപ്പോഴത്തെ പോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.